ക്രിസ്തുവിൽ വാത്സല്യമുള്ളവരെ, 28-ാം ഞായറിൽ ലൂക്ക 17-ാം അധ്യായം 11 മുതൽ 19 വരെ വാക്യങ്ങളാണ് നാം ശ്രവിക്കുന്നത്. കുഷ്ഠരോഗികളുടെ അദ്ഭുത രോഗശാന്തിയുടെ കഥയാണ്. ലൂക്ക മാത്രമേ ഈ കഥ വിവരിക്കുന്നുള്ളൂ. യേശുവിൻ്റെ ജെറുസലേമിലേക്കുള്ള യാത്ര സമറിയായ്ക്കും ഗലീലിക്കും മധ്യേ കടന്നു പോവുകയായിരുന്നു. ഈ രണ്ട് പ്രദേശങ്ങൾക്കിടയിലുള്ള അതിർത്തിക്ക് സമീപത്തോടുകൂടി സഞ്ചരിക്കുമ്പോഴാണ് ഈ രണ്ട് പ്രദേശങ്ങൾക്കും ഇടയ്ക്കുള്ള അതിർത്തിയിൽ കൂടി യേശു സഞ്ചരിക്കുകയായിരുന്നു. ഭൂമിശാസ്ത്രപരമായ ഈ പരാമർശം യേശുവിൻ്റെ സമറിയ പ്രദേശവുമായുള്ള സാമീപ്യവും ഇന്നത്തെ സുവിശേഷ ഭാഗത്തെ സംഭവത്തിൽ സുവിശേഷകൻ അവതരിപ്പിക്കാൻ പോകുന്ന സമറിയാക്കാരനായ കുഷ്ഠരോഗിയെ യേശു കണ്ടുമുട്ടുന്ന സാഹചര്യവും സ്ഥാപിക്കുവാൻ സഹായകമായി മാറുന്നു. യേശു യാത്ര തുടരുമ്പോൾ കുഷ്ഠരോഗികളുടെ ഒരു സംഘം യേശുവിനെ അകലെ നിന്ന് കാണുന്നു. നിയമപ്രകാരം കുഷ്ഠരോഗി പാളയത്തിൽ നിന്നും പുറത്താണ് കഴിയേണ്ടത്. സംഖ്യ 5-ാം അധ്യായം. കൂടാതെ മറ്റാരെങ്കിലും തന്നെ സമീപിക്കുമ്പോൾ കുഷ്ഠരോഗി അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറയണം. ലേവ്യർ 13-ാം അധ്യായം. ഒരു കുഷ്ഠരോഗി സൗഖ്യം പ്രാപിക്കുന്നുവെങ്കിൽ അയാൾ സമൂഹത്തിലേക്ക് മടങ്ങുന്നതിന് മുൻപ് അവൻ അല്ലെങ്കിൽ അവൾ ശുദ്ധനാണെന്ന് പുരോഹിതൻ സാക്ഷ്യപ്പെടുത്തേണ്ടതുമുണ്ട്. ലേവ്യർ 14-ാം അധ്യായം. അതുകൊണ്ടായിരിക്കണം കുഷ്ഠരോഗികൾ അകലെ നിന്ന് യേശുവിനെ കണ്ടുവെന്ന് ലൂക്ക രേഖപ്പെടുത്തുന്നത്. അവർ യേശുവിനെ ഗുരു എന്ന് സംബോധന ചെയ്ത് കരുണയ്ക്കായി യാചിക്കുന്നു. ലൂക്കാ സുവിശേഷത്തിൽ ശിഷ്യരാണ് യേശുവിനെ ഗുരു എന്ന് വിളിക്കുന്നത്. ശിഷ്യരുടെ അധരങ്ങളിൽ നിന്നും മാത്രം പുറപ്പെടുന്ന ഗുരു സംബോധന കുഷ്ഠരോഗികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. കരുണയ്ക്കായാണ് അവർ യാചിക്കുന്നത്. സാധാരണയായി പ്രസ്തുത യാചന ഭിക്ഷ യാചിക്കുന്നതുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെങ്കിലും ഇത് രോഗശാന്തിക്കായുള്ള അപേക്ഷയായും കണക്കാക്കാറുണ്ട്. യേശു അപേക്ഷ ശ്രവിച്ചത് കൊണ്ടാകാം അവരെ യേശു കണ്ടുവെന്ന് ലൂക്ക രേഖപ്പെടുത്തുന്നത്. കുഷ്ഠരോഗികളെ കണ്ടു എന്നത് കേവലം ശാരീരികമായ കാഴ്ച മാത്രമല്ല അർത്ഥമാക്കുന്നത്. തുടർന്ന് സംഭവിച്ച സൗഖ്യം അത് വ്യക്തമാക്കുന്നുണ്ട്. യേശു കുഷ്ഠരോഗികളെ കണ്ടു എന്നത് അവരോടുള്ള കരുണ കാണിക്കാനുള്ള ഒരു അവസരം യേശു ഗ്രഹിച്ചുവെന്നും ദൈവത്തിന്റെ കരുണ അവരുടെ ജീവിതത്തെ സ്പർശിക്കുവാൻ അവിടുന്ന് ഇടയാക്കിയുമെന്നാണ് അർത്ഥമാക്കുന്നത്. കുഷ്ഠരോഗികളോട് കരുണ കാട്ടിയ യേശു പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ എന്ന് കൽപ്പിക്കുന്നു. നീ ജോർദാനിൽ പോയി 7 പ്രാവശ്യം കുളിക്കുക എന്ന് എലീശ ദൂതനെ അയച്ച് കുഷ്ഠരോഗിയായ നാമാനോട് ദൈവം പറഞ്ഞതുപോലെ 2 രാജാക്കന്മാർ 5:10. പോകുമ്പഴേ അവർ സൗഖ്യം പ്രാപിച്ചു. എന്നിരുന്നാലും കഥയുടെ കാതൽ രോഗശാന്തിയല്ല, ദൈവത്തിന്റെ കാരുണ്യം സ്പർശിച്ചവരുടെ പ്രതികരണമാണ്. 10 പേരിൽ ഒരാൾ മാത്രമേ ദൈവത്തിന്റെ കാരുണ്യം തന്നെ സ്പർശിച്ചുവെന്ന് പ്രതികരിക്കാൻ മുന്നോട്ട് വരുന്നുള്ളൂ. അവന്റെ പ്രതികരണത്തിലെ ശ്രദ്ധേയമായ കാര്യം ആരംഭത്തിൽ നന്ദി പറയാൻ അവൻ യേശുവിലേക്ക് മടങ്ങുന്നില്ല, മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അവൻ മടങ്ങി വരുന്നത്. ഈ പ്രവൃത്തി ദൈവപുരുഷന്റെ അടുത്തേക്ക് മടങ്ങി വന്ന് നാമാൻ പറഞ്ഞതിന് സമാന്തരമാണ്. നാമാൻ പറഞ്ഞത് ഇപ്രകാരമാണ്: ഭൂമിയിൽ ഇസ്രായേലിൻ്റെതല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഞാനിപ്പോൾ അറിയുന്നു. 2 രാജാക്കന്മാർ 5:15. ദൈവകരുണ അനുഭവിച്ചവന്റെ പ്രവൃത്തി യേശു ആരാണെന്ന് തിരിച്ചറിവ് അവന് സമ്മാനിച്ചതായി വെളിവാക്കുന്നു. ദൈവം യേശുവിലൂടെ പ്രവർത്തിച്ചുവെന്ന് അവൻ തിരിച്ചറിയുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ലൂക്കാ സുവിശേഷത്തിൽ ഉടനീളം ദൈവത്തിന്റെ രക്ഷാകര പ്രവൃത്തിയോടുള്ള
പൊതുവായ പ്രതികരണമാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നത്. ഒരുപാട് ഇടങ്ങളിൽ ഇതിനെക്കുറിച്ച് പരാമർശമുണ്ട്. ഉദാഹരണം 2:20. അടുത്ത പ്രതികരണം ആദ്യത്തെ പ്രവൃത്തിയുടെ ഒരു വിപുലീകരണം മാത്രമാണ്. അവൻ യേശുവിന്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞു. യേശുവിന്റെ പ്രവൃത്തിയിൽ ദൈവകരം കണ്ടവൻ യേശുവിനെ ദൈവത്തിന്റെ അവതാരമായി അംഗീകരിക്കുന്നു. ഇനിയാണ് കഥയുടെ വഴിത്തിരിവ് അഥവാ ട്വിസ്റ്റ്. അവൻ ഒരു സമറിയാക്കാരനായിരുന്നു. ഒരു സമറിയാക്കാരനാണ് കഥയിലെ നായകൻ. സമറിയാക്കാരനെ കഥയിലെ നായകനാക്കി യഹൂദരും സമറിയാക്കാരും തമ്മിലുള്ള ദീർഘകാല ശത്രുതയെ യേശു വെല്ലുവിളിക്കുകയാണ്. യഹൂദർ സമറിയാക്കാരെ അശുദ്ധരായാണ് കണക്കാക്കിയിരുന്നത്. കാരണം അസീറിയാക്കാർ വടക്കൻ രാജ്യമായ ഇസ്രായേൽ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവിടെ താമസമാക്കിയപ്പോൾ അസീറിയാക്കാരും യഹൂദരും തമ്മിലുള്ള മിശ്ര വിവാഹത്തിലൂടെ ജന്മം കൊണ്ടവരാണ് സമറിയാക്കാർ. എന്നാൽ ഒരു സമറിയാക്കാരനെ കഥയിലെ നായകനായി ചിത്രീകരിച്ചുകൊണ്ട് യേശു മതം, ദേശം, വംശം എന്നീ അതിർവരമ്പുകളെ തകർക്കുകയാണ്. യേശുവിലൂടെ പ്രവഹിച്ച ദൈവിക കരുണ കാണുന്നത് അല്ലെങ്കിൽ അതിനെ വിശ്വാസ ദൃഷ്ടിയ നോക്കുന്നത് സമറിയാക്കാരൻ മാത്രമാണ്. തുടർന്ന് സമറിയാക്കാരനോട് ചോദിക്കുന്ന 3 ചോദ്യങ്ങൾ: 1, 10 പേരല്ലേ സുഖപ്പെട്ടത്? 2, ബാക്കി 9 പേർ എവിടെ? 3, ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലേ? സ്വഭവനത്തിൽപ്പെട്ടവർ, അതായത് യഹൂദർ, ദൈവത്തിന്റെ കരുണ കാണാത്തപ്പോൾ ഒരു സമറിയാക്കാരൻ മാത്രം അത് കാണുന്നുവെന്ന് വ്യക്തമാക്കുന്നു. അതിനാൽ ദൈവത്തിന്റെ രക്ഷാകര കാരുണ്യത്തോടുള്ള ശരിയായ പ്രതികരണം അത് നമ്മൾ അർഹിക്കുന്ന ഒന്നാണെന്ന അനുമാനമല്ല, മറിച്ച് ദൈവത്തിന്റെ രക്ഷാകര കാരുണ്യത്തോടുള്ള കളങ്കമില്ലാത്ത നന്ദിയും ശുദ്ധമായ സ്തുതിയുമാണ്. കഥ അവസാനിക്കുന്നത് യേശു നൽകുന്ന ഒരു അനുഗ്രഹത്തോടു കൂടിയാണ്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. മറ്റു 9 പേർ സുഖം പ്രാപിച്ചു. എന്നാൽ ഒരാൾക്ക് മാത്രമാണ് യേശുവിന്റെ രക്ഷയുടെ പ്രഖ്യാപനം ലഭിച്ചത്. 9 പേർ ആഗ്രഹിച്ചത് അവർക്ക് കിട്ടി. പക്ഷേ ഒരാൾക്ക് അയാൾ സ്വപ്നം കണ്ടതിലും കൂടുതൽ ലഭിച്ചു. പ്രിയമുള്ളവരെ, പലപ്പോഴും മനുഷ്യന് എന്തെങ്കിലും അത്ഭുതം നടന്നാൽ മതി, അതോടെ എല്ലാം തീർന്നു. അത്ഭുതത്തിന്റെ ഉറവിടമായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അവിടുത്തെ പുത്രനായ വിശ്വാസത്തിലേക്കും അത്ഭുതം അനുഭവേദ്യമാക്കിയ യേശുവിന് നന്ദി പ്രകടിപ്പിക്കുന്ന വിശ്വാസത്തിലേക്കുമാണ് അത്ഭുതം നമ്മെ നയിക്കേണ്ടത്. യേശുവിലൂടെ ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ കാണാനും അവിടുത്തെ വിശ്വസിക്കാനും കഴിയുക എന്നതാണ് പരമപ്രധാനമായ കാര്യം. വിശ്വാസത്തിന്റെ കണ്ണുകൾ സദാ തുറന്നു വെക്കുവാൻ നാം പരിശ്രമിക്കണം. ദാനം കണ്ടാൽ മാത്രം പോരാ, ദാതാവിനെ നാം തിരിച്ചറിയണം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.